ഒരിക്കൽ ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീയെയും കൊണ്ട് അവരുടെ സഹോദരിമാർ കൗൺസിലിങ്ങിന് വന്നു. ഭയങ്കര ബാക്ക് പെയിനാണ് അവരുടെ കംപ്ലയിൻറ്റ്. പല ട്രീറ്റ്മെൻറ്റിനൊക്കെ കൊണ്ടുപോയിട്ടും ഡോക്ടേഴ്സിനൊന്നും അതിൻ്റെ ഒരു കാരണം കണ്ടുപിടിക്കുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു, ഇവർ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകൂ, സൈക്കോസോമാറ്റിക് ഡിസീസാണെന്ന് തോന്നുന്നു. സൈക്കോസോമാറ്റിക് എന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് കൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ്. കാരണം ഓർഗാനിക്കായിട്ട് നോക്കുമ്പോൾ ശരീരത്തിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡോക്ടർ കൗൺസിലിങ്ങിന് പോകാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നതായ സമയത്ത് ഇവരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ എപ്പോൾ തൊട്ടാണെന്ന് ചോദിച്ചപ്പോൾ 6 മാസമായിട്ടാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ 6 മാസത്തിന് മുമ്പ് എന്തെങ്കിലും ആഘാതമായിട്ട് സംഭവിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പം കൂടെ വന്ന സിസ്റ്റേഴ്സ് പറഞ്ഞു, അവരുടെ ഹസ്ബൻഡ് കടന്നുപോയ സമയമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ എളുപ്പമെന്ന് സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞു, ഒന്ന് മാറിയിരിക്കും, തനിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ ആദ്യം എന്നോട് പറഞ്ഞൊരു കാര്യം, എന്നെ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കരയാൻ പോലും സമ്മതിക്കുന്നില്ല. എനിക്ക് ഒന്ന് കരയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ആ വീട്ടിൽ തരുന്നില്ല. എപ്പോഴും ആൾക്കാർ എൻ്റെ ചുറ്റുമുണ്ട്, എൻ്റെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് എല്ലാവരും എന്നെ ഇങ്ങനെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കൊണ്ട് നടക്കുകയാണ്. എന്നും എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും, പുറത്ത് കഴിക്കാൻ കൊണ്ടുപോകും, ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അന്നേരം വേണ്ടുന്നത് ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് പൊട്ടിക്കരയണം. അപ്പോൾ ഈ കരയുക എന്ന് പറയുമ്പോൾ അതിതീവ്രമായ വേദനയിലാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ആ നഷ്ടത്തിൻ്റെ വേദന തീവ്രമാണ്. അവർക്കൊന്ന് പൊട്ടിക്കരയാണ് വേണ്ടുന്നത്. ഈ വേദന വരുന്നതായ സമയത്ത് നമ്മളതിനെ തടഞ്ഞു വെച്ചാൽ അതാണ് നമുക്ക് ഈ ശരീരത്തിൻ്റെ അവർക്ക് രോഗാവസ്ഥയിലേക്ക് മാറിയത്. ഗ്രീഫ് തെറാപ്പിയിലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് 2-3 സെഷൻ കൊണ്ട് അവരുടെ വേദനയെ അവർ അതിജീവിച്ചു എന്നുള്ളതാണ് വാസ്തവം.